180 കൊല്ലത്തെ പഴക്കമുള്ള ആലത്തൂർ തെക്കേമഠം കോവിലകം. അവിടെ 114-ാം ആണ്ടിൽ സഹസ്രവിരാജിത പൂജയുടെ 10-ാം നാളിൽ വിളക്കെടുത്ത് ഒറ്റയ്ക്ക് തെക്കേമഠത്തിലേക്ക് കയറിയ തമ്പുരാട്ടിക്കുട്ടി കുട്ടിമാണി. മൃദംഗക്കാരൻ കൃഷ്ണനുണ്ണിയെ സ്നേഹിച്ച കുട്ടിമാണി കൊല്ലപ്പെടുന്നു. കൊലപാതകി കൃഷ്ണനുണ്ണിയെ തൂക്കിലേറ്റുന്നു. 60 വർഷങ്ങൾക്കപ്പുറം വീണ്ടും സഹസ്രവിരാജിത പൂജയ്ക്ക് കണ്ടുമുട്ടുന്ന മനുവും ഗായത്രിയും. അവൾ സ്വപ്നം കണ്ട സംഗീതം അവൻ വായിച്ചു കേട്ടപ്പോൾ, അവന് സ്വപ്നത്തിൽ തെളിഞ്ഞ മുഖം അവൾ വരച്ചു കണ്ടപ്പോൾ, സ്വപ്നങ്ങൾ പങ്കിട്ടിരുന്ന അവർ കഴിഞ്ഞ ജന്മം ഹൃദയവും പങ്കിട്ടിരുന്നു എന്ന് അവർ തിരിച്ചറിയുകയായിരുന്നു. ചുറ്റുമുള്ളവർ പറഞ്ഞ് അവൾ അവനെ തള്ളിപ്പറഞ്ഞപ്പോൾ, കാലകരണപ്പെട്ടതൊക്കെ തനിയാവർത്തനം ചെയ്യാൻ പുനർജനിച്ച 2 ആത്മാക്കളായി മാത്രം എല്ലാവരും അവരെ നോക്കി കണ്ടപ്പോൾ അവർക്ക് നഷ്ടമായത് അവരുടെ സ്നേഹബന്ധമായിരുന്നു. എല്ലാം കൈവിട്ടു എന്ന് തോന്നിയിടത്തു നിന്ന് സ്വപ്നങ്ങളെ വെച്ചു തന്നെ ശ്രീഹരൻ തന്ത്രിയിലേക്ക്, അവിടെ നിന്ന് 6 വിരലുള്ള ബിക്കനിലേക്ക്. പണ്ടെങ്ങോ കണ്ടു മറന്ന ഒരു സിനിമ, അത് വീണ്ടും കാണുമ്പോൾ അതിന് മോഹൻ സിത്താരയുടെ പശ്ചാത്തല സംഗീതം കൂടി അകമ്പടിയാകുമ്പോൾ 1000 മയിൽപ്പീലികൾ പാറി നടക്കുന്ന കാവിലെവിടെയോ മനസ്സുകൊണ്ടെത്തിപ്പെട്ട ഒരു സുഖം.